മക്കളെ, നിങ്ങൾ ഈ ഒരു കാര്യം ഈ വർഷം ചെയ്യാൻ റെഡി അല്ലെങ്കിൽ നിങ്ങൾക്ക് A+ നഷ്ടമാകുന്ന ഒരു വിഷയമായിരിക്കും കെമിസ്ട്രി. എന്താണ് ആ കാര്യം എന്നല്ലേ പറയാം, വായോ. അതായത് കെമിസ്ട്രി എക്സാമുകൾ ടോട്ടലി ചേഞ്ച് ആയിരിക്കുകയാണ്. നമ്മുടെ സിലബസ് മാറിയതിന് ശേഷം വരുന്ന ഓരോ ഓണപരീക്ഷ ആയിക്കോട്ടെ, ക്രിസ്മസ് പരീക്ഷ ആയിക്കോട്ടെ, മോഡൽ ആയിക്കോട്ടെ, പബ്ലിക് ആയിക്കോട്ടെ, ഇതിലെ ചില ക്വസ്റ്റ്യനുകളൊക്കെ തിരിച്ചും മറച്ചുമാണ് ചോദിക്കുന്നത്. ഡയറക്റ്റ് പഠിച്ചവർക്ക് അല്ലെങ്കിൽ നോട്ട് മാത്രം പഠിച്ചവർക്ക് ഇനി A+ എന്ന് പറയുന്ന രീതിയിലേക്ക് എത്താൻ പറ്റില്ല. അത് തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരാം എന്താണ് ഈ കഴിഞ്ഞ വർഷം SLC കെമിസ്ട്രി എക്സാമിൽ സംഭവിച്ചെന്നുള്ള കാര്യം. ഇതാ കണ്ടോ നിങ്ങൾ, കെമിസ്ട്രി എക്സാമിൽ 2025 അതായത് നമ്മുടെ സിലബസ് മാറുന്നതിന്റെ മുന്നേ കെമിസ്ട്രിക്ക് മാത്രം A+ കിട്ടിയവരുടെ എണ്ണം 1,58,000 ആളുകളായിരുന്നു. ഓക്കെ, പക്ഷേ അത് ഈ വർഷം അതായത് സിലബസ് മാറിയിട്ട് വരുന്ന ആദ്യത്തെ വർഷം അത് വെറും 65,000 ചുരുങ്ങി. എത്രത്തോളം വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. ഓക്കെ, അത് മാത്സിലാണ് ഏറ്റവും കൂടുതൽ A+ കുറഞ്ഞത്. മാത്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ അത് പിന്നെ അറിയാലോ, കുറച്ച് ടൈറ്റ് ആയി കഴിഞ്ഞാൽ മാത്സിൽ കുറവ്. പക്ഷേ 2ാം സ്ഥാനം കെമിസ്ട്രിക്കാണെന്ന് പറയുമ്പോൾ അത് വലിയൊരു അത്ഭുതമാണ്. എന്താണ് സാർ ഇതിന് റീസൺ, അല്ലെങ്കിൽ ഇത് എങ്ങനെ നമുക്ക് മറികടക്കാൻ പറ്റും? ഒന്നാമത്തെ റീസൺ പറയുന്നത് ക്വസ്റ്റ്യന്റെ കാര്യം തന്നെയാണ് കേട്ടോ. 50% ക്വസ്റ്റ്യൻ ഈസി ആക്കുമ്പോൾ 30%, മൊത്തം 100%ത്തിൽ 30% മോഡറേറ്റ്, ഈ 20% ഉണ്ടല്ലോ ഹാർഡ്, ഇതിലാണ് A+ വീണ് പോവുക. ഓക്കെ, ഈ 20% ആര് വാങ്ങുന്നു? ആ 20% വാങ്ങണമെന്ന് ഈ 50ഉം 30ഉം ഓട്ടോമാറ്റിക് കിട്ടും. ഈ 20% ആര് വാങ്ങുന്നു? അതിലാണ് A+ തീരുമാനിക്കപ്പെടുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ കൊല്ലം മുതലേ പറയൽ തുടങ്ങിയാണ്. ഇനി വരുന്നവർക്ക് അത് തന്നെയായിരിക്കും. ഈ ഒരു പാറ്റേണിലായിരിക്കും ഓണം എക്സാം ആയിക്കോട്ടെ, ക്രിസ്മസ് എക്സാം ആയിക്കോട്ടെ, പബ്ലിക് എക്സാം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഈ ഒരു പാറ്റേണിലായിരിക്കും നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് A+ കിട്ടണമെങ്കിൽ ഒരു 36 മാർക്ക് അല്ലെങ്കിൽ 36 to 40 മാർക്കിലേക്ക് നമ്മൾ കെമിസ്ട്രിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 3 ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ ചെയ്യാൻ റെഡി ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ എങ്ങനെയാണ് നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചെയ്യുക? മക്കളെ, ഒരു കാര്യം, ഒറ്റ ടിപ്പ് മാത്രമേ എനിക്ക് പറഞ്ഞു തരാനുള്ളൂ. ആദ്യം നിങ്ങൾ ചാപ്റ്റേഴ്സ് പഠിക്കുക. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ സ്കീമിലെ ഫസ്റ്റ് 2 ഓർഗാനിക് ആണ്. ഈ 2 ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ സാധനം കെമിസ്ട്രിയുടെ ഹൃദയമാണ് മക്കളെ. ഈ ഹൃദയം നിങ്ങൾ എങ്ങനെയൊക്കെ പഠിക്കണം, വെറുതെ അങ്ങോട്ട് കാണാപ്പാടം പഠിച്ചിട്ട് കാര്യമില്ല. എങ്ങനെയാണോ നിങ്ങൾ മാത്സ് പഠിക്കുന്നത് അല്ലേ, അതുപോലെ പഠിക്കേണ്ട 2 ചാപ്റ്റേഴ്സാണ്. എഴുതി പഠിക്കണം. ഓരോ ഇത് കഴിഞ്ഞാൽ ഓരോ റിയാക്ഷൻ ആയിക്കോട്ടെ, ഓരോ നെയിമിംഗ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇതിൽ ഓരോ ടോപ്പിക് നിങ്ങൾ പഠിക്കുമ്പോഴും എഴുതി 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 പഠിക്കണം. ക്വസ്റ്റ്യൻസ് കാണണം, ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ട് അതിൻ്റെ ഈ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഇതെല്ലാം നിങ്ങൾ എക്സാമിൻ്റെ മുന്നേ കണ്ട് പരിചയപ്പെട്ട് അടിപൊളിയായി ചെയ്ത് പഠിച്ചു പോകണം. ഏത് പഠിക്കുന്ന പോലെ മാത്സ് എങ്ങനെയാണോ നിങ്ങൾ ചെയ്തു പഠിക്കുന്നത് അതുപോലെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ 2 ചാപ്റ്ററിലും നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? A+ അല്ലെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. ഇത് രണ്ടും പോയി കഴിഞ്ഞാൽ പിന്നെ A+ കിട്ടില്ല. ഓക്കെ, ചെയ്ത് പഠിക്കണം. പിന്നെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ടേബിൾ ആണ്. പീരിയോഡിക് ടേബിളൊക്കെ നിങ്ങൾ തിയറി പഠിക്കുന്ന പോലെ ഏതെങ്കിലും എങ്ങനെയാണോ ബയോളജി, ഫിസിക്സ് ഒക്കെ പഠിക്കുക അതുപോലെ പഠിച്ചാൽ മതി. പക്ഷെ അതിലും കുറച്ച് ലാസ്റ്റ് ഭാഗത്തൊക്കെ എത്തുമ്പോൾ കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അത് കഴിഞ്ഞ് വരുന്ന ഓരോ ചാപ്റ്റർ ആയിക്കോട്ടെ, വാതക നിയമങ്ങളായിക്കോട്ടെ, മോൾസ് കൺസെപ്റ്റ് ആയിക്കോട്ടെ, ഓണം എക്സാം കഴിഞ്ഞ് വരുന്ന ബാക്കി ഇത്രയും ഭാഗങ്ങളാണ് ഓണം എക്സാം, ക്രിസ്മസ് എക്സാം വരെ, ഓണം എക്സാം കഴിഞ്ഞ് ക്രിസ്മസ് എക്സാം വരെ ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഇതിൽ നിങ്ങൾ കുറച്ചും കൂടി റിലാക്സ് ചെയ്തിട്ട് തിയറി മാത്രം പഠിക്കാനുള്ള ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ ലാസ്റ്റ് ചാപ്റ്റർ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എന്തുള്ളത്? നമ്മുടെ തിയറി മാത്രം പഠിക്കാനുള്ള ചാപ്റ്റർ. ബാക്കി എല്ലാ ചാപ്റ്ററുകളും ക്വസ്റ്റ്യൻസ് കാണാതെയാണ് നിങ്ങൾ എക്സാമിന് പോകുന്നത്. എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അറിയോ? സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ല. സിമ്പിൾ കാണണം, മോഡറേറ്റ് കാണണം, ഹാർഡ് കാണണം. ഇതൊക്കെ കാണാതെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ മക്കളെ A+ കെമിസ്ട്രിയിൽ ഉണ്ടാവില്ല. നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല, ഞാൻ ഇപ്പോഴേ വന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പം സമയമുണ്ട്. ജൂൺ ആയിട്ടേ ഉള്ളൂ, ജൂലൈ എത്രങ്ങാനും സമയമുണ്ട്. ആ സമയം ഉണ്ടല്ലോ എന്ന് കരുതി വെറുതെ ഇരിക്കരുത്. ഇപ്പോഴേ ചെയ്ത് തുടങ്ങുക, ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക, ഇപ്പോഴേ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് തുടങ്ങുക. മാത്സ് പഠിക്കുന്ന പോലെ കെമിസ്ട്രിയിലെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിച്ചാലേ ഇനി മുതൽ കെമിസ്ട്രിയിൽ A+ കിട്ടുള്ളൂ. അപ്പം നിങ്ങൾ ചോദിക്കും, സാർ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെ നിന്നാണ് കിട്ടുക? മക്കളെ, നമ്മുടെ ഫിസിക്സ് വാലയുടെ മിന്നൽ ബാച്ച് റെഡി ടു ലോഞ്ച് ആണ്. ജൂലൈ 1-ാം തീയതി നമ്മൾ ഈ പറഞ്ഞ ഈസി ആയിക്കോട്ടെ, മോഡറേറ്റ് ആയിക്കോട്ടെ, ഹാർഡ് ആയിക്കോട്ടെ, എന്താണോ നിങ്ങൾക്ക് SLCയിൽ വേണ്ടത്,
ഈ മാറ്റങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് പഠിക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ഇവിടെ റെഡിയാണ്. നമ്മൾ അടുത്ത മാസം തൊട്ട് എന്ത് ചെയ്യാണ്, ക്ലാസ്സുകൾ അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ നമ്മൾ കെമിസ്ട്രിയിൽ A+ തൂക്കിയിരിക്കും എന്ന് ഫുൾ കോൺഫിഡൻസിൽ എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കാരണം നമ്മൾ ആദ്യം വിശ്വസിപ്പിക്കേണ്ടത് നമ്മളെ തന്നെയാണ്. നമ്മളെ തന്നെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആരാ മക്കളെ നമ്മളെ വിശ്വസിക്കുക? അപ്പോൾ എന്തായാലും നിങ്ങൾ ഫുൾ കോൺഫിഡൻസ് ആയിട്ട് ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്.